ആ പ്രോബ്ലംസിലേക്ക് പോവാം. അതാരാ സ്പീക്കറിൽ നിന്ന് സൗണ്ട് വരുന്നത്? അൽഷിഫ. ഓക്കെ ഓക്കെ, നോക്കിയാൽ മതി, എന്താ പ്രശ്നം. അബിൻ ഫാത്തിമ ഉണ്ടോ? അബിൻ ഫാത്തിമ വന്നിട്ടില്ല. വന്നാൽ എന്നെ ഒന്ന് റിമൈൻഡ് ചെയ്യിക്കണേ. ഓക്കെ. സോ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്റ്റൻസ് ഫോമുല പഠിച്ചു അല്ലേ? ഇല്ലേ, ഡിസ്റ്റൻസ് ഫോമുലയല്ലേ പഠിച്ചേ? എന്താണ് ഡിസ്റ്റൻസ് ഫോം? എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? എന്താണ് ഡിസ്റ്റൻസ് ഫോമുല എന്നുള്ളത് ശരിക്കും മനസ്സിലായല്ലോ. ഇതിനൊക്കെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മൾ റിയൽ ലൈഫിൽ നമ്മൾ പല സ്ഥലത്തും ഉപയോഗിക്കപ്പെടും. അപ്പം ഈ കാര്യം എന്താണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കി വേണം പഠിക്കാൻ. എന്താണ് ഡിസ്റ്റൻസ് ഫോമുല ആയിരുന്നത്? എന്തായിരുന്നു നമ്മുടെ ഡിസ്റ്റൻസ് ഫോമുല? ഫോർ 2 points on a plane. ഒരു കാർട്ടീഷ്യൻ പ്ലെയിനിലുള്ള 2 പോയിന്റ്സ്, സം p x1 y1 ആൻഡ് q x2 y2 കോർഡിനേറ്റ്സ് ആയിട്ടുള്ള 2 പോയിന്റ്സിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡിസ്റ്റൻസ് എന്താണ്. സ്ട്രേറ്റ് അവേ ഇറ്റ് ഈസ് കണക്ടിങ് വാട്ട് ദാറ്റ് 2 points. അല്ലാതെ അത് ഷോർട്ടസ്റ്റ് ആയിരിക്കും അല്ലേ? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഷോർട്ടസ്റ്റ് പോയിന്റ്, ഷോർട്ടസ്റ്റ് ലെങ്ത് ആയിരിക്കും ഈ 2 പോയിന്റ്സിന് ഇടയ്ക്കുള്ള. അപ്പോൾ അത് തീർച്ചയായിട്ടും അതിങ്ങനെ വരത്തുള്ളൂ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്രയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ്? വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് പി ക്യു? പി ക്യു ഇസ് ഈക്വൽ ടു, പറഞ്ഞേ, റൂട്ട് ഓഫ് വാട്ട് ഈസ് ദ ഫോർമുല ഫോർ ഫൈൻഡിങ് ദ ഡിസ്റ്റൻസ്? x2 minus x1 square. x2 minus x1 the whole square plus y2 minus y1 the whole square. Very good. y2 minus y1 the whole square. Can it be what, x1 minus x2 the whole square instead of x2 minus x1 the whole square? Yes sir. Okay, it won't affect because it's a distance അല്ലേ? y1 minus y2 the whole square എന്ന് പറഞ്ഞു കഴിഞ്ഞാലും y2 minus y1 the whole square എന്ന് പറഞ്ഞാലും രണ്ടും സെയിം ആണ്, ബിക്കോസ് ഇറ്റ് ഇസ് സ്ക്വയറിങ് ദറ്റ് വാല്യൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ദർ ഇസ് നോ ഡിഫറൻസ് ഇൻ ദറ്റ് വാല്യൂസ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ്, ഒരു പ്രോബ്ലം ആദ്യം എടുത്ത് ചെയ്യാം, അതിനുശേഷം നമുക്ക് മറ്റു പ്രോബ്ലത്തിലേക്ക് പോകാം. ഒരു സിമ്പിൾ പ്രോബ്ലം, ഒരു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി 2 പോയിന്റ്സ്, ഇതെടുക്കാം, 2, 3 and 4, 1. ഇപ്പോൾ നിങ്ങളടുത്ത് പറഞ്ഞിരിക്കുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് 2, 3 and 4, 1. എങ്ങനെയാണ് നമ്മൾ ഈ ഡിസ്റ്റൻസ്? അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ഓഫ് ഓൾ യു ഡ്രോ എ ലൈൻ ആൻഡ് ദെൻ മാർക്ക് ദീസ് പോയിന്റ്സ് ഇൻ ദറ്റ് ലൈൻ. ഓക്കെ, പി ക്യു ആണെന്ന് വിചാരിച്ചോ. പി ക്യുവിൻ്റെ ഈ പോയിന്റ് പി ഈസ് 2, 3 and 4, ക്യു ഈസ് 4, 1. സോ ഇത് ഇൻ കേസ് നമ്മളിതിപ്പോൾ പി 2, 3ക്ക് പകരം 4, 1 കൊടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല. ദെൻ ക്യൂ ബിക്കം 2, 3. അത്രേ ഉള്ളൂ വ്യത്യാസം. അത് നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ അല്ലേ? അവിടെ പ്രശ്നമല്ല. നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് either this can be taken as x1 y1 or 4, 1 can also be taken as x1 y1. It doesn't matter. If it is taken as x1 y1, then 2, 3 become x2 y2. That all. Okay. But what is the distance between this p and q? What is pq? Pq is equal to, we know the distance formula. It is x1 minus x2 the whole square plus y1 minus y2 the whole square, which is equal to what do, അത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നാൽ മതി. ഫോർ ദ ടൈം ബീയിങ് ഞാനിവിടെ എഴുതുന്നു എന്നുള്ളതല്ലോ. x2 y2 ഈ 2 കോർഡിനേറ്റ്. വാട്ട് ഈസ് x1 മൈനസ് x2? ഇറ്റ് ഈസ് 2 minus 4 the whole square plus then 3 minus 1 the whole square, which is equal to 2 minus 4, it is negative 2 the whole square plus 3 minus 1, again it is 2 the whole square, which is equal to square root of 4 plus 4, which is equal to root 8, which is equal to 2 root 2. അല്ലേ? റൂട്ട് 8 എന്ന് പറഞ്ഞാൽ the simplest form of what this root 8? We know it's a surd അല്ലേ? surd ആണല്ലോ. ആ surdiന്റെ simplest form എങ്ങനെയാണ് നമ്മൾ അച്ചീവ് ചെയ്യുക? You factorize that 8. 2 into 2 into 2 അല്ലേ?
So among these factors, we can see this 2 into 2. 1, 2 can be taken out from what? The square root sign. Because ഇത് സ്ക്വയർ റൂട്ട് ആണല്ലോ, 2 times റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന ഏത് ഫാക്ടേഴ്സിനെയും നമുക്ക് പുറത്തേക്ക് എടുക്കാം. സോ ദിസ് 2 is repeated 2 times. So when 2 is repeated 2 times, we take 1, 2 outside. പിന്നെ എന്താ ഉള്ളത്? വാട്ട് റിമൈൻസ് ഹിയർ? ദിസ് 2. അപ്പോൾ അത് അതുപോലെ തന്നെ ഇട്ടു. അതിനൊരു പെയർ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അതിനെ 2 root 2 ഇട്ടു. സോ ദിസ് ദ സിംപ്ലസ്റ്റ് ഫോം. അത് സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതുന്നതാണ് എപ്പോഴും നല്ലത്. Okay. So this is the way we actually determine the distance between these two points. ഇനി അതുപോലെ -5, and -1, 3 and AB and -AB. ഇത് ഞാൻ ചെയ്യാൻ പോയപ്പോഴാണെന്ന് തോന്നുന്നു നമ്മൾ പോയത് അല്ലേ. എ ബിക്കും നെഗറ്റീവ് ബിക്കും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്താണ്? എക്കും എ ബിക്കും -A -B ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ്. വാട്ട് ഇസ് ദാറ്റ്? A minus -A the whole square, that is A plus A the whole square, 2A square plus 2B square എന്ന് വരും. That is 4A square, 2 into A square plus B square എന്ന് വരും. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഇനി അടുത്ത് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് 0, 0 and 36, 15. Can you now find the distance between town A and town B discussed in section 7. Okay. ഞാൻ ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല, പകരം ഞാൻ ഒരു 2 പോയിന്റ് തമ്മിൽ ഈ 0, 0യിൽ നിന്നും ബി സം എ ബി എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള, കാരണം എന്താ 0, 0 എന്ന് പറയുന്നത് എന്താ? വെർട്ടെക്സിൽ നിന്ന്. ഈ വെർട്ടെക്സിൽ നിന്നുള്ള ഒരു പോയിന്റിന്റെ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും? അത് ശരിക്കും പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. സോറി, നോക്കിയേ, ഇതാണ് നമ്മുടെ എക്സ് ആക്സിസും വൈ ആക്സിസും. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ദിസ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദ എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് ഈസ് 0, 0, or we call that point as what? എന്തായിട്ടാണ് നമ്മൾ അതിന്റെ പേര് പറയുക? എന്താണ് ഈ 0, 0ക്ക് പറയുന്ന പേര്? ഒറിജിൻ അല്ലേ, ഒറിജിൻ എന്ന് പറയും. അതല്ലെങ്കിൽ വെർട്ടെക്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ വേറെ രീതിയിൽ പറയാം. സോ ഒറിജിൻ ഓർ വെർട്ടെക്സ്. അപ്പോൾ ഈ 0, 0യിൽ നിന്നുള്ള ഏത് ഡിസ്റ്റൻസ്, ഫോർ എക്സാമ്പിൾ ഐ ടുക്ക് എ പോയിന്റ് ഹിയർ വിച്ച് ഇസ് എ ബി. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദിസ് 0, 0 ആൻഡ് എ ബി? ഇത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് വരയ്ക്കുന്നത്, അതിൽ പ്രത്യേകതയൊന്നുമില്ല. ആസ് യൂഷ്വൽ നമ്മൾ ഹൗ ഡു യു ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് 2 പോയിന്റ്സ്? വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ? കം ഓൺ ടെൽ മീ. ലെറ്റ് ഇറ്റ് ബി സം origin is taken as O and the other point AB is taken as some P. So what is OP? OP is equal to what? പറഞ്ഞേ, what is OP? പറയടേ, ആരെങ്കിലും പറയൂ. What is the formula for finding the distance between 2 points? Root x2 minus x1 the whole square plus x2 minus y2 minus y1 plus y2 minus y1 the whole square. ഒരു അഭിചന്ദ്ര മാത്രമേ ഉള്ളൂ ആ ക്ലാസ്സിൽ. Then x2 minus x1 the whole square means here a minus 0 the whole square plus b minus 0 the whole square. What is that? It is equal to a square plus b square. So this is the distance between a point origin and a point on the plane. അല്ലേ? ഇനി മറ്റൊരു പോയിന്റ് ഞാൻ എടുക്കുകയാണ് ഇവിടെ, ലൈക്ക് ഈ പോയിന്റ് എടുത്തു, ഇവിടെ ഒരു പോയിന്റ് എടുത്തു. ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ലെറ്റ് ഇറ്റ് ബി സം q. ആ കോർഡിനേറ്റ് എങ്ങനെയായിരിക്കും? സം -x -y ഫോം ആയിരിക്കും അല്ലേ? ശരിയല്ലേ? അങ്ങനെയല്ലേ വരാ? -y. What could be the distance here? ഇവിടെ എന്തായിരിക്കും ഡിസ്റ്റൻസ്? OQ. What is length OQ? The formula is same, x2 minus x1 the whole square. So come on, -x minus 0 the whole square plus -y minus 0 the whole square. What is that? -x square plus y. Very good. -y the whole square, which is equal to root of x square plus
y square. So the distance is x square plus y square. So similarly, when you take a point here and the coordinate of the point is some rs, r negative s form, r negative s form. But what is the distance between this point r negative s and o? What could be that distance? എന്തായിരിക്കും ഡിസ്റ്റൻസ്? ഇങ്ങനെ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞൂടെ? വാട്ട് ഈസ് OR? What is that? Root of r square plus s square. വെരി ഗുഡ്. റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ. സി, നിങ്ങൾ ഏത് പോയിന്റും ഒറിജിനൽ നിന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഇതായിരിക്കും അതിൻ്റെ ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ ഇതൊരു സിംപ്ലസ്റ്റ് മെത്തേഡ് എന്നുള്ള രീതിയിൽ ഞാനത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാലും ഇവിടെ ഉള്ളൊരു പോയിന്റ് നെഗറ്റീവ് നെഗറ്റീവ് പി ആൻഡ് നെഗറ്റീവ് പി ആൻഡ് പോസിറ്റീവ് ആർ, അങ്ങനെയാണെങ്കിലും വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദിസ് യെസ് ഒ എസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒ എസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ആയിരിക്കും. നോ ഡൗട്ട് ഇൻ ദാറ്റ്. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് when you calculate the distance from origin to a point on the plane. Origin എന്ന് പറയുന്നത് അറിയാലോ, this is the point of intersection of the plane. Please be familiarized that concepts. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഈ കോൺസെപ്റ്റ് കൃത്യമായി മനസ്സിലാക്കി തന്നെ പോവുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിത് പറയുന്നത് നമ്മൾ പ്രോബ്ലംസ്, ജോമെട്രിയുടെ പ്രോബ്ലംസ് ചെയ്യണമെങ്കിൽ വി റിക്വയർ ദ ഫിഗർ. വി ഷുഡ് നോ എക്സാക്ട്ലി വെയർ ദ പർട്ടിക്കുലർ പോയിന്റ് ഈസ് പ്ലോട്ടഡ് ആൻഡ് ഓൾ ദീസ് ഡീറ്റെയിൽസ് ആർ നെസസറി. അപ്പോൾ നിങ്ങൾ ബെറ്റർ വേ എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും കാര്യങ്ങൾ മനസ്സിലാക്കി പോവുക എന്നുള്ളതാണ്. സോ ഐ തിങ്ക് ദാറ്റ് പാർട്ട് ഈസ് ക്ലിയർ. അപ്പോൾ ഞാൻ ആ ക്വസ്റ്റ്യനെ പിന്നെ കൂടുതൽ പറയുന്നില്ല. ഡിറ്റർമിൻ ഇഫ് ദ പോയിന്റ്സ്, അത് എങ്ങനെ ചെയ്യും? ഡിറ്റർമിൻ the points, 1 minute. ഈ ക്വസ്റ്റ്യൻ ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. കാരണം നിങ്ങളുടെ ഡിലീറ്റഡ് ടോപ്പിക് ഇല്ലായിരുന്നു എങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വളരെ സിമ്പിളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഐഡിയ ഉണ്ടാവണം. എന്താണ് കൊളീനിയാരിറ്റി? ക്യാൻ എനിബഡി ഹെൽപ്പ് മീ ടു സേ വാട്ട് ഈസ് കൊളീനിയർ പോയിന്റ്സ്? എന്താണ് കൊളീനിയർ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുന്നത്? നമ്മുടെ ഒരു എക്സ് വൈ പ്ലെയിൻ ഇങ്ങനെ ഉണ്ട്. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദ ടേം കൊളീനിയർ പോയിന്റ്സ്? എന്താണ് കൊളീനിയർ പോയിന്റ്സ്? ആർക്കും അറിയില്ല? 3 points on same line. 3 points on same line. ഒരു ചെറിയ കറക്ഷൻ, 3 പോയിന്റ്സ് വേണ്ട, പോയിന്റ്സ് വിച്ച് ആർ ഓൺ ദ സെയിം ലൈൻ, അത്രേ ഉള്ളൂ കൊളീനിയർ. മനസ്സിലായില്ലേ? അത് 2 പോയിന്റ് ആകാം, 3 പോയിന്റ് ആകാം, 4 പോയിന്റ് ആകാം. ബട്ട് ആരാ പറഞ്ഞത് പോലെ? ഹലോ, ഇത് ആൻസർ ആരാ പറഞ്ഞേ? ഹലോ, ആരാണ്? അഭിഷേക്. വെരി ഗുഡ്. അഭിഷേക് പറഞ്ഞതിലൊരു വലിയ കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 2 പോയിന്റ്സ് ആണെങ്കിലുള്ള പ്രശ്നം എന്താ? ബിക്കോസ് 2 പോയിന്റ്സ് എന്ന് പറയുമ്പോൾ എന്താ എൻ്റെ പ്രശ്നം? ഈ 2 പോയിന്റ്സാണ് ഞാൻ എടുത്തത്. വാട്ട് ഈസ് ദ പ്രോബ്ലം വിത്ത് ദ 2 പോയിന്റ്സ് വെൻ യു സേ ദറ്റ് തിങ് അബൌട്ട് കൊളീനിയാരിറ്റി? 2 പോയിന്റ്സിന് എന്താ പ്രശ്നം? പറയോ? എന്തുകൊണ്ട് 2 പോയിന്റ്സ് പറഞ്ഞില്ല, 3 പോയിന്റ്സ് തന്നെ പറഞ്ഞു? അറിയോ? അഭിഷേകിന് പറയാമോ? അഭിഷേക്. സാർ ഇല്ല, നേരത്തെ അങ്ങനെ കേട്ടിട്ടുണ്ട്. മറ്റെന്തെങ്കിലും ആൻസർ വേറെ ആർക്കെങ്കിലും പറയാമോ? എന്തുകൊണ്ട് അഭിഷേക് സ്പെസിഫിക്കലി സെഡ് 3 പോയിന്റ്സ്? എനിക്ക് തോന്നുന്നു ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾ എന്നുള്ള ചാപ്റ്ററിൽ ഞാൻ നിങ്ങളടുത്ത് ഒരു ഉപദേശം നന്നായിരുന്നു എന്ന് തോന്നുന്നു. ആർക്കും ഓർമ്മയില്ല? ആർക്കും അറിയില്ല? ഈ 2 പോയിന്റ്സിനെ കണക്ട് ചെയ്തുകൊണ്ട് ഞാനിതാ ഒരു ലൈൻ വരച്ചു.
ഇത് വളരെ സിമ്പിളാണ്. നിങ്ങൾ ഏതെങ്കിലും 2 പോയിന്റ്സ് എടുത്ത് നോക്കൂ. സി ദിസ് 2 points always determines a line. അല്ലേ? ഒരു 2 പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ there is a line which connecting that 2 points. There is no doubt in that. That means the 2 points means it's പക്ക there collinear always. കാരണം അവിടെ കൊളീനിയാരിറ്റിയുടെ കൺഫ്യൂഷൻ വരുന്നില്ല. ബട്ട് അബൌട്ട് എ തേർഡ് പോയിന്റ് ഓൺ ദ പ്ലെയിൻ, സെയിം പ്ലെയിൻ, മൂന്നാമതൊരു പോയിന്റ് നമ്മൾ എടുക്കുമ്പോൾ മാത്രമേ ദ കോൺസെപ്റ്റ് ഓഫ് കൊളീനിയാരിറ്റി ആക്ച്വലി എക്സിസ്റ്റ്. എന്താ കാര്യം? ബിക്കോസ് മൂന്നാമത്തെ പോയിന്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ 2 പോയിന്റ് എടുത്തു, ഈ മൂന്നാമത്തെ പോയിന്റ് ഞാൻ എടുത്തത് ഇവിടെയാണെങ്കിൽ ദീസ് 3 points, ഇത് എയും ഞാൻ ഇത് ബിയും ഇത് സിയുമാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ we can easily say these 3 points are not collinear. They are not in the same straight line. അവർ 3 പേരും ഒരേ സ്ട്രെയിറ്റ് ലൈനിലല്ല കിടക്കുന്നത്. കാരണം എന്താ കാര്യം? എന്താണ് കാര്യം? ഇത് 3 ഒരു സ്ട്രെയിറ്റ് ലൈനിലാണെന്ന് ഞാൻ പറഞ്ഞു. എന്താ കാര്യം? എന്താ നിങ്ങളൊന്നും മിണ്ടാത്തെ? നിങ്ങളുടെ റെസ്പോൺസ് ഒക്കെ കഴിഞ്ഞോ? പരീക്ഷ കഴിഞ്ഞതോടുകൂടി റെസ്പോൺസ് എല്ലാം തീർന്നോടെ? പിന്നെന്താ നിങ്ങൾ ആരും മിണ്ടാത്തെ? ആരും ഇല്ലേ അവിടെ? എന്താടെ? ഞാൻ ഇനി പേര് വിളിച്ച് ചോദിക്കണോ? അഭിനവ് സന്തോഷ്. പറയോ, എന്താ കാര്യം? എയും ബിയും സിയും കൊളീനിയർ അല്ല എന്ന് ഞാൻ പറഞ്ഞു. എന്തായിരിക്കും റീസൺ? അത് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുമ്പോൾ മാത്രമേ ഒരു ലൈൻ ഫോം ചെയ്യത്തുള്ളൂ, സ്ട്രെയിറ്റ് ലൈൻ ഫോം ചെയ്യത്തുള്ളൂ. അതിന്റെ അർത്ഥം പറ. നീ പറഞ്ഞത് ശരിയാണ്, എന്തുകൊണ്ട് എന്നുള്ള വ്യക്തമായി താ. ഇത് 3നെയും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് നിനക്ക് ഒരു ലൈൻ വരയ്ക്കാൻ പറ്റില്ല. അതാണ് അതിന്റെ റീസൺ. സി, ഇപ്പൊ എനിക്ക് ഈ 2 കണക്ട് ചെയ്തുകൊണ്ട് വരയ്ക്കാം, ഈ 2 കണക്ട് ചെയ്തുകൊണ്ട് വരയ്ക്കാം, അല്ലെ? അതല്ലെങ്കിൽ അല്ലെ, ഈ 2 കണക്ട് ചെയ്തുകൊണ്ടും വരയ്ക്കാം. ബട്ട് ഈ 2 കണക്ട് ചെയ്തുകൊണ്ട് വരയ്ക്കാം. പക്ഷെ ഈ 3 ലൈൻസിനെയും കണക്ട് ചെയ്തുകൊണ്ട് വരയ്ക്കാൻ പറ്റുമോ? അപ്പൊ ദാറ്റ്സ് വൈ ദിസ് പെർട്ടിക്കുലർ പോയിന്റ് സി ഈസ് നോട്ട് എ പോയിന്റ് ഓൺ ദ ലൈൻ എ ബി എന്നോ, അല്ലെങ്കിൽ ദാറ്റ് പോയിന്റ് എ ഈസ് നോട്ട് എ പോയിന്റ് ഓൺ ദ ലൈൻ ബി സി എന്നോ, അല്ലെങ്കിൽ ദാറ്റ് പോയിന്റ് ബി ഈസ് നോട്ട് എ പോയിന്റ് ഓൺ ദ ലൈൻ എ സി എന്നോ നമുക്ക് പറയാം. That means these 3 points are not on the same line. ഈ 3 പോയിന്റും ഈ പർട്ടിക്കുലർ ഒരേ ലൈനിലല്ല കിടക്കുന്നത്. നേരെ മറിച്ച് ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുത്തു, some P, Q and R, and you can see that all these 3 points actually they are on the same straight line. PR എന്നോ PQ എന്നോ QR എന്നോ എന്ത് വേണോ പറഞ്ഞോളൂ. ആ 3 ലൈൻസ് 3 പോയിന്റ്സും ഒരേ ലൈനിലാണ് കിടക്കുന്നത്. സോ അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലായി, when you have 3 points, it's very important. എന്താണ്? The third point, whichever be what we took, ആ ഏത് തേർഡ് പോയിന്റ് ഏതാവട്ടെ, അത് 3 ആ ലൈനിൽ തന്നെ കിടക്കണമെന്ന് നിർബന്ധം പറയാൻ പറ്റത്തില്ല. ചിലപ്പം അതിനകത്ത് കിടക്കാം. അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ we call that points as what? Collinear. അപ്പൊ നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് അതാണ്, are these 3 points collinear? നമ്മൾ എന്താ മറുപടി പറയുക? Are they collinear? No. അപ്പൊ അല്ല, അത് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. They are not collinear ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. So what you can do? Normally what you will do, you actually mark these points on the number line. Sorry, Cartesian plane. എന്നിട്ട് നമ്മൾ നോക്കും ഇതിനെ 3നെയും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് വരയ്ക്കാൻ പറ്റുമോ. That is one method. അതല്ലാതെ ഒരു മെത്തേഡ് നമുക്ക് ഇതിനകത്ത് നിന്ന് കണ്ടുപിടിക്കാവോ? This PQR is called a collinear points. These 3 this P, Q and R are called collinear points. അപ്പൊ അങ്ങനെ ഒരു ഇത് മെത്തേഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചു. Instead of drawing that, or instead of marking or plotting these points on the Cartesian plane and identifying whether they are actually collinear or not, മറ്റെന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ ഇതിനെ ഡിറ്റർമിൻ ചെയ്യാൻ? ഉണ്ടോ? ഉണ്ടോടെ? ഒന്ന് ആലോചിച്ച് നോക്കൂ.
ആലോചിച്ചിട്ട് വല്ലതും കിട്ടുന്നുണ്ടോ? ഇത് കൊളീനർ ആണ് എന്ന് നിങ്ങൾ സങ്കല്പിച്ചാൽ ഇങ്ങനെ ആയിരിക്കുമല്ലോ കിടക്കുക. ഇങ്ങനെ കിടക്കാം, അല്ലെങ്കിൽ എങ്ങനെ കിടക്കാം? എ സി ബി നമുക്ക് അറിഞ്ഞുകൂടല്ലോ ബിയുടെ സിയുടെ പൊസിഷൻ. ആ അത് ട്രയാങ്കിൾ ആയിരിക്കും. എങ്ങനെ മോളെ? അല്ല, ഞാൻ പറഞ്ഞത് മോൾ ഇത് കൊളീനിയർ ആണെന്ന് സങ്കല്പിച്ചോ. ഇത് കൊളീനിയർ ആണെന്ന് സങ്കല്പിച്ചു കഴിഞ്ഞാൽ എയും ബിയും സിയും ഇങ്ങനെ കിടക്കാം. അതല്ലെങ്കിൽ എങ്ങനെ കിടക്കാം? കാരണം നമുക്ക് അറിഞ്ഞുകൂടല്ലോ എ എവിടെയാണ് കിടക്കുന്നത്. കാരണം നമ്മൾ പടം വരയ്ക്കുന്നില്ല, സിംപ്ലി നമ്മൾ ഇത് എടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ എ അല്ലെങ്കിൽ സി ബി ഇങ്ങനെ ആയിരിക്കാം കിടക്കുക. അല്ലെങ്കിൽ എങ്ങനെ കിടക്കാം? സം സി ബി എ എങ്ങനെ വേണോ കിടക്കാം, അല്ലേ? ഇങ്ങനെ എങ്ങനെയെങ്കിലും ഒക്കെ കിടക്കാം. പക്ഷെ ഈ ഫിഗർ ഇങ്ങനെ ആയിരിക്കുമല്ലോ കൊളീനിയർ ആണെങ്കിൽ, അല്ലെ? ഒരു ലൈനിനകത്ത് ഈ 3 പോയിന്റ് കിടക്കും. ശരിയാണല്ലോ? ശരിയാണ്. ആ, ഇതിൽ നിന്ന് നിങ്ങൾ എങ്ങനെ പഠിക്കും, എങ്ങനെ മനസ്സിലാക്കും ഇത് കൊളീനിയർ ആണോ അല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കും? വല്ല ഐഡിയ ഉണ്ടോ? കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഇത് കൊളീനിയർ ആണെന്ന്? ഒന്ന് നിങ്ങൾ ഡിസ്റ്റൻസ് ഫോർമുല വെച്ചൊന്ന് ചിന്തിച്ച് നോക്കുക. ഒന്ന് ആലോചിച്ച് നോക്ക് മക്കളെ. നിങ്ങൾ ഡിസ്റ്റൻസ് ഫോർമുല ഒന്ന് എടുത്ത് നോക്ക്. ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് ഇതിന് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്ക്. എന്ത് ചെയ്യും? ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ പറയുന്നുണ്ടോ എന്തെങ്കിലും? കൊളീനിയർ ആണെങ്കിൽ ഇപ്പം രണ്ടെണ്ണം കൂട്ടുന്നതിന്റെ സം എന്ന് പറയുന്നത് ഇപ്പം എ ബി സി അല്ലേ? അപ്പം എയും ബിയും ബി സിയും കൂട്ടുമ്പം അതൊരു പ്ലെയിനിൽ കിടക്കുവാണെങ്കിൽ എ സി ആയിരിക്കത്തില്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. ഒരു ലൈനിൽ കിടക്കുകയാണെങ്കിൽ, അല്ലെ? ഇപ്പൊ ഇങ്ങനെയാണ് പൊസിഷൻ എങ്കിൽ നമ്മുടെ ലെങ്ത് ഓഫ് എ ബിയും ലെങ്ത് ഓഫ് ബി സിയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടണം? എ സി കിട്ടണം. ഇതൊരു ശരിക്കും സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അങ്ങനെ കിട്ടിയേ പറ്റുള്ളൂ. ബിക്കോസ് വി നോ ഇറ്റ് ഈസ് ആക്ച്വലി ദ ഡിസ്റ്റൻസ്. ഇഫ് സി ദിസ് ബി ഈസ് ഇൻ ബിറ്റ്വീൻ എ ആൻഡ് സി, ദിസ് ഹാപ്പൻസ്. അപ്പം നിങ്ങൾ ചോദിക്കും, അതെങ്ങനെ തിരിച്ചറിയും സർ ഈ ബി ആണ് ഇതിന്റെ ഇടയ്ക്ക് കിടക്കണേന്ന്? അത് അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, യു ഫൈൻഡ് ദ ലെങ്ത് എ ബി, ബി സി ആൻഡ് എ സി. ഈ 3 എണ്ണവും കണ്ടുപിടിക്കും. നോക്കിയാൽ മതി. കാരണം നമുക്കറിയാം ഈ സി ചിലപ്പോൾ ഇവിടെ ഇതിനിടയ്ക്ക് ആയിരിക്കും സി കിടക്കണം. നമ്മൾ അതിന്റെ പേര് സി കൊടുത്തോണ്ട് അതിന്റെ ആൽഫബറ്റിക്കൽ ഓർഡർ അനുസരിച്ച് നമ്മൾ കൊടുത്തോണ്ട് ഇങ്ങനെ കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. സി ശരിക്കും ഇതിനിടയ്ക്ക് വരണമെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും, എ ബി പ്ലസ് എ സി ഈക്വൽ ടു എന്ത് കിട്ടും? ബി സി എന്ന് കിട്ടും. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കിട്ടും. അതല്ലെങ്കിൽ എങ്ങനെ കിട്ടുമായിരിക്കും? ബി സി പ്ലസ് എ സി ഈസ് എ ബി, ഇങ്ങനെ കിട്ടാം. അപ്പൊ നമുക്ക് ഈ സമ്മുകളിൽ ഏതെങ്കിലും ഒരെണ്ണം സംഭവിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. എപ്പോൾ? if these 3 points are collinear, അല്ലെ? if they are collinear among this sum, ഏതെങ്കിലും ഒരെണ്ണം സംഭവിച്ചിരിക്കും. അപ്പൊ നമ്മൾ അങ്ങനെ നോക്കിയാൽ പോരെ. സോ ദിസ് ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? യു നൈം ദിസ് പോയിന്റ്സ് ആസ് എ ബി ആൻഡ് സി ആൻഡ് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് എ ബി, BC and AC and check whether the sum is equal to any of this. അതായത് എ ബി പ്ലസ് ബി സി എ സി കിട്ടുന്നുണ്ടോ, എ ബി പ്ലസ് എ സി ബി സി കിട്ടുന്നുണ്ടോ, ബി സി പ്ലസ് എ സി എ ബി കിട്ടുന്നുണ്ടോ? ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കിട്ടിയാലും നമുക്ക് പറയാം they are collinear. If not, they are not collinear, they are forming a triangle എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ട്രയാങ്കിൾ എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ട്രയാങ്കിൾ കൊളീനിയർ ട്രയാങ്കിൾ ആവണമെങ്കിൽ എങ്ങനെയായിരിക്കണം? ട്രയാങ്കിളിന് ഒരു കണ്ടീഷൻ ഉണ്ട്, അറിയാവോ? എന്താണ് ട്രയാങ്കിളിന്റെ സൈഡ്സ് വെച്ചിട്ട് സംബന്ധം പറയുന്നത് മറ്റേതിനെക്കാട്ടി വലുതായിരിക്കണം, അല്ലേ മോളെ? വെരി ഗുഡ്. എ ബി പ്ലസ് ബി സി മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ബി സി. കറക്റ്റ്? യെസ് ഓർ നോ? ദിസ് ഹാപ്പൻസ്. അങ്ങനെയാണെങ്കിൽ മാത്രം. അതല്ല എങ്കിൽ എ ബി പ്ലസ് എ സി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ എന്തായിരിക്കണം? ബി സി ആയിരിക്കണം. അതല്ലെങ്കിൽ ബി സി പ്ലസ് ഈ 3 സംഭവിച്ചിരിക്കണം. ബി സി പ്ലസ് എ സി ഈസ് ഗ്രേറ്റർ ദാൻ എ ബി. ഈ 3 സംഭവിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ഇറ്റ് ഈസ് എ ട്രയാങ്കിൾ.
ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന പിന്നെ സൈഡ്സ് ആണെങ്കിൽ മാത്രമേ അത് ട്രയാങ്കിൾ ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. സോ ദാറ്റ്സ് ഓൾ. അപ്പം ശരിക്കും പറഞ്ഞാൽ എക്കും സിക്കും ഇടയ്ക്ക് ഇതുപോലെ ബി കിടക്കുകയാണെങ്കിൽ ഈ ബി ഇതിനെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ദാറ്റ് വിൽ ഡിസ്കസ് ലേറ്റർ. ഓക്കെ, ഇത് മനസ്സിലായല്ലോ അല്ലേ, കൊളീനിയാരിറ്റി എങ്ങനെയാണ് പ്രൂവ് ചെയ്യണമെന്ന്? യെസ് ഓർ നോ? ഓക്കെ. ഇനി ഞാൻ 1-2 ജോമെട്രിക്കൽ കോൺസെപ്റ്റ്സിനെ കുറിച്ച് ചോദിക്കാൻ പോവാം. ലൈക്ക് നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രയാങ്കിൾസ് അറിയാം അല്ലേ? ട്രയാങ്കിളിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? സൈഡ്സ് വെച്ചും ആംഗിൾസ് വെച്ചിട്ടും. എനിവേ നമ്മളിപ്പോൾ ആംഗിൾസിനെ കുറിച്ച് ബോധേഡ് അല്ല, കാരണം ആംഗിൾസിനെ കുറിച്ച് നമുക്ക് പിന്നെ ചിന്തിക്കാം. സൈഡ്സ് വെച്ചിട്ട് ഇതിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം? ഓക്കെ, ഇക്വിലാറ്ററൽ. സ്റ്റാർട്ട് വിത്ത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇവിടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ദെൻ പിന്നെ ഐസോസിലസ് അല്ലേ? ഐസോസിലസ് ട്രയാങ്കിൾ, ദെൻ സ്കെയിലിൻ ട്രയാങ്കിൾ അല്ലേ? ദിസ് ഈസ് ബേസ്ഡ് ഓൺ സൈഡ്സ്. എന്താണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്? All sides are equal. All sides are equal. സോ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിളിന്റെ പേര് ABC എന്നാണ്. എങ്കിൽ ഓൾ സൈഡ്സ് ആർ ഈക്വൽ എന്നുള്ളതിന് നമുക്ക് എങ്ങനെ പറയാം? AB ഈക്വൽ ടു BC ഈക്വൽ ടു AC അല്ലേ? This is what happens when all the sides are equal. അടുത്തതോ ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2 sides of the triangles are equal. അപ്പോൾ അവിടെ എന്ത് പറയാം? ഇപ്പം ഞാൻ എടുക്കുന്ന 2 സൈഡ് ഇതാണെന്ന് ഇരിക്കട്ടെ. എ ബിയും എ സി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ ബി ഈക്വൽ ടു എ സി ആയിരിക്കണം. അതല്ല ഞാൻ എടുക്കുന്നത് എ സിയും ബി സിയും ആണെങ്കിൽ എ സി ഈക്വൽ ടു ബി സി ആയിരിക്കണം. സോ ഇറ്റ്സ് അപ് ടു യു. ഓക്കെ, അവിടെ വേണമെങ്കിൽ ഞാൻ അടുത്ത സ്കെയിലിൻ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നൺ ഓഫ് ദ സൈഡ്സ് ഈക്വൽ ആണ് അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് ഈ ഒരു സൈഡും തന്നെ ഈക്വൽ ആയിട്ട് കണ്ടെത്താൻ കഴിയത്തില്ല. അപ്പോൾ ഇത് 3 ക്ലാസിഫിക്കേഷനാണ് നമ്മൾ സാധാരണ ട്രയാങ്കിളിനെ ബേസ് ചെയ്തിട്ട്. ഇനി സൈഡ്സ് വെച്ചിട്ട് ഒരു ട്രയാങ്കിളിന്റെ ഷേപ്പ് ഡിറ്റർമിൻ ചെയ്യുന്ന മറ്റെന്തെങ്കിലും ഉണ്ടോ? സൈഡ്സ് വെച്ചിട്ട്, അതായത് സൈഡ്സ് വെച്ചിട്ട് ട്രയാങ്കിൾ ഇൻഫ്ലുവൻസ്. ഇപ്പൊ ആംഗിൾ വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം എന്തൊക്കെ ട്രയാങ്കിൾസ് ഉണ്ട്, ഏതൊക്കെ ട്രയാങ്കിൾസാ ഉള്ളത്? ആംഗിൾസ് വെച്ചിട്ട് ഏതൊക്കെയാ ട്രയാങ്കിൾസ്? ആംഗിൾസ് വെച്ചിട്ട് ഏതൊക്കെ ട്രയാങ്കിൾസ് അവിടെ ഉള്ളത്? അക്യൂട്ട് അല്ലെ, ഒബ്റ്റ്യൂസ് ആൻഡ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. അപ്പൊ ഈ 3 ട്രയാങ്കിളും നമ്മൾ ആംഗിൾസ് വെച്ചിട്ടാണ് പറയുന്നത്. ഇനി സൈഡ്സ് കൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? നമ്മൾ എന്തിനാ? വെരി ഗുഡ്, റൈറ്റ് ട്രയാങ്കിൾ. ഞാൻ എന്തുകൊണ്ടാണ് ഈ സൈഡ്സിനെ കയറി പിടിക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾക്ക് 3 വെർട്ടിസസ് തന്നിട്ടുണ്ട്. സം 2 1 4 5 7 3 3 വെർട്ടിസസ് തന്നു. എന്നിട്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കാം, ഈസ് ദാറ്റ് 3 വാട്ട് വെർട്ടിസസ് ഓഫ് ദ ട്രയാങ്കിൾ ഓർ നോട്ട്? അതൊരു ക്വസ്റ്റ്യൻ. അപ്പൊ വെർട്ടിസസ് ഓഫ് എ ട്രയാങ്കിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഇതിന് എന്ത് കൊടുക്കേണ്ടി വരും? പേര് കൊടുക്കേണ്ടി വരും, ABC അല്ലേ? അപ്പൊ ഇതിന്റെ ട്രയാങ്കിൾ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. ഈസ് ദിസ് ആക്ച്വലി ഫോംസ് എ ട്രയാങ്കിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും ഇത് ട്രയാങ്കിൾ ആണോ എന്ന്? നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, എങ്ങനെ ട്രയാങ്കിൾ ആണോ എന്ന് കണ്ടുപിടിക്കും? എന്ത് കണ്ടുപിടിക്കണം ആദ്യം പറയാവോ? എന്താ കണ്ടുപിടിക്കേണ്ടി വരിക? എന്താ കണ്ടുപിടിക്കേണ്ടി വരിക? പറഞ്ഞോ, ഞാനത് പറഞ്ഞു വിട്ടതാണ്. ഇത് ട്രയാങ്കിൾ ആണ്. എ ബിയും ബി സിയും എ സിയും കണ്ടുപിടിക്കണം. ബിക്കോസ് വെൻ യു ഹാവ് മീൻസ് വെർട്ടിസസ്
you can easily identify the distance from each vertices. അല്ലേ? അപ്പോൾ A to B ഉള്ള ഡിസ്റ്റൻസ് ഫോമിൽ വെച്ച് കണ്ടുപിടിക്കാം, B to C ഡിസ്റ്റൻസ് ഫോമിൽ വെച്ച് കണ്ടുപിടിക്കാം, A to C കണ്ടുപിടിക്കാം. അപ്പോൾ you get 3 sides here exactly. അപ്പോൾ ഇത് it become a 7th standard problem because അവിടെയാണ് നിങ്ങൾ inequality of triangle പഠിച്ചത്. അവിടെ when you have given 3 sides and you are asked to check whether that 3 sides form a triangle or not, what you need to do there? You just added up it and check whether the sum of any two is greater than the third. അല്ലേ? അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ ചെക്ക് ചെയ്തേ? BC plus AC is greater than AB. അല്ലേ? And AB plus BC is greater than, അത് ഓൾറെഡി ഉണ്ടല്ലോ, ഇനി ഒരെണ്ണം കൂടെ ഏതാ വരണം? AC plus AB is greater than BC. അല്ലേ? AC plus AB greater than BC. അപ്പോൾ ഈ 3 കാര്യവും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. If all these 3 what inequalities are actually satisfying, then you can say that these 3 vertices actually forms a triangle. Otherwise it won't form a triangle. Okay? അപ്പോൾ അത് ട്രയാങ്കിൾ ഉണ്ടാവത്തില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇത് ഈക്വൽ ആകാതെ അങ്ങനെ ട്രയാങ്കിളും ഉണ്ടാവില്ല, കൊളീനിയറും അല്ലാതിരുന്ന ഇത് എന്താവുക? അങ്ങനെയൊക്കെയുള്ള സംശയം വരും. അങ്ങനെ ഉണ്ടോ ആർക്കെങ്കിലും? ഉണ്ടോ? ട്രയാങ്കിളും അല്ല കൊളീനിയറും അല്ല, അങ്ങനെ വരുമോ? വരുമോടെ? അങ്ങനെ വരുമോ? ആർക്കെങ്കിലും ഉണ്ടോ അങ്ങനെ സംശയം? ഉണ്ടോ? ഉണ്ടോ? എന്താ ഒന്നും മിണ്ടാത്തേ? ട്രയാങ്കിളും കൊളീനിയറും അല്ലാത്ത അവസ്ഥയുണ്ടോ? ഉണ്ടോ? നിങ്ങളതൊന്ന് ആലോചിച്ചിട്ട് പറയുക. ഓക്കെ, ഒന്ന് ആലോചിച്ചിട്ട് എനിക്ക് നാളെ പറയണം. യു ഹാവ് 3 വെർട്ടിസസ്, 3 വെർട്ടിസസ് ഉണ്ട്. നമ്മുടെ മനസ്സിലേത് either it can form a triangle or it can be what? ഒന്നീ ഇത് എന്തായിട്ട് ഫോം ചെയ്യും? ട്രയാങ്കിൾ ഫോം ചെയ്യും. അതല്ലെങ്കിൽ എന്തായിരിക്കും? കൊളീനിയർ ആയിരിക്കും. ഇതല്ലാത്ത അവസ്ഥ ഉണ്ടാവുമോ എന്നാണ് എൻ്റെ ചോദ്യം. ഓക്കെ, പ്ലീസ്. അപ്പൊ ഇവിടെ ഇതൊരു ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതിൽ ചോദിക്കാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഈസ് ദിസ്, ഇപ്പൊ ഇങ്ങനെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്താ? These are the vertices of a triangle. What? A21, B45 and C73 are the vertices of a triangle. Now the question is, show that these 3 vertices forms a equilateral triangle. അവിടെ ഒരു equilateral triangle ഫോം ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? എന്താ നമ്മൾ ആദ്യം ചെയ്യുക? എന്ത് ചെയ്യും? ABC കണ്ടുപിടിക്കും. ABയും BCയും ACയും കണ്ടുപിടിക്കണം. അവിടെയും ആ ഡിസ്റ്റൻസസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. നമുക്ക് ആ ഡിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെക്ക് ചെയ്യും? AB ഈക്വൽ ടു BC ഈക്വൽ ടു AC ആണോ എന്ന് നോക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, ഇഫ് AB ഈക്വൽ ടു BC, ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഇറ്റ് ഈസ് ഫോമിങ് എ ട്രയാങ്കിൾ. അതുകൊണ്ടാണല്ലോ അവർ എന്താ പറഞ്ഞത്? ഷോ ദാറ്റ് ഇറ്റ് ആസ് എ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അപ്പോൾ ഇത് ട്രയാങ്കിൾ ഫോം ചെയ്യുന്നുള്ളത് ഉറപ്പിച്ചു. പക്ഷേ അത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണോ എന്ന് ഉറപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഡിസ്റ്റൻസസ് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെക്ക് ചെയ്ത് നോക്കണം? ആർ ദേ ഈക്വൽ? ഇഫ് ദേ ആർ ഈക്വൽ, then you can say what it's an equilateral triangle. If 2 of its sides are equal, then it's scalene, isosceles triangle. Then none of the sides found equal. അങ്ങനെയുള്ള സിറ്റുവേഷൻ വരാമല്ലോ. ABയും Bയും BCയും ACയും ഒന്നും തന്നെ ഈക്വൽ അല്ല. അങ്ങനെയാണെങ്കിൽ അതിന്റെ പേര് എന്ത് പറയും? സ്കെയിലിൻ ട്രയാങ്കിൾ. ബട്ട് അപ്പൊ നേരത്തെ ആരാ പറഞ്ഞേ? ഹാഫീസ് മീൻസ് അന്നയാണെന്ന് പറഞ്ഞു അല്ലെ? എന്താ പറഞ്ഞേ? ഐസോസലസ് റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് ചെക്ക് ചെയ്യാനും സൈഡ്സ് വെച്ച് പറ്റും അല്ലെ? 3, 4 C എന്താ 5, 2. ഈ 2, 1, 3, 4 and 5, 2 എന്ന് പറയുന്ന 3 വെർട്ടിസസ്. ഇതില് ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് സം ഓഫ് ദി ലെഗ്സ് അതർ ലെഗ് സ്ക്വയർ. അപ്പൊ അതായത് സം ഓഫ് ദി അതർ 2 സൈഡ്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ സൈഡ്സ് സ്ക്വയർ ആയിട്ട് കിട്ടുകയാണ് അല്ലേ? ഇങ്ങനെ നമുക്ക് 2 സൈഡിന്റെ സം ഓഫ് ദി സ്ക്വയേഴ്സ്
ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ആയിട്ട് കിട്ടുകയാണെങ്കിൽ, അപ്പോൾ നമുക്കൊരു സംശയം, നമ്മളൊരു റഫ് ഫിഗർ എപ്പോഴും അതിന് വേണ്ടി മെയിൻറ്റെയിൻ ചെയ്യണം. നമുക്കറിയത്തില്ല വിച്ച് ഇസ് എ, വിച്ച് ഇസ് ബി ആൻഡ് വിച്ച് ഇസ് സി. നമ്മൾ എനിവേ ചുമ്മാ അങ്ങ് കൊടുക്കുക ABC, എന്നിട്ട് ഇതിൻ്റെ വെർട്ടിസസ് അങ്ങ് കൊടുക്കുക 2 1 B 3 4 and 5 2. അപ്പോൾ ഇത് ചിലപ്പോൾ വരച്ചു വരുമ്പോൾ വേറെ രീതിയിലായിരിക്കാം. ബട്ട് നമ്മളിപ്പോൾ ഫോർ ദ ടൈം ബീങ് നമ്മൾ എന്നിട്ട് എന്ത് കണ്ടുപിടിക്കും? AB-യുടെ ലെങ്ത് കണ്ടുപിടിക്കും, ദെൻ BC-യുടെ ലെങ്ത് കണ്ടുപിടിക്കും, ദെൻ പിന്നെ ഏതാ കണ്ടുപിടിക്കുക? AC-യുടെ ലെങ്ത്തും കണ്ടുപിടിക്കും. ഈ 3 ലെങ്തും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, AB-യുടെയും BC-യുടെയും AC-യുടെയും ലെങ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ റിലേഷൻ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റില്ലേ? ഇതിൽ ഏറ്റവും വലിയ സൈഡ് ഏതാണെന്ന് നമ്മൾ നോക്കണം. ലോങ്ങസ്റ്റ് സൈഡ്. വൈ ദ ലോങ്ങസ്റ്റ് സൈഡ്? എന്താണ് ഞാൻ ലോങ്ങസ്റ്റ് സൈഡ് എടുക്കാൻ കാര്യം? അറിയോ? എന്താണ് ലോങ്ങസ്റ്റ് സൈഡ് എന്ന് ഞാൻ ഉദ്ദേശിച്ചു? ഹൈപ്പോട്ടന്യൂസ്. Because we know the longest side is hypotenuse. അല്ലേ? Hypotenuse is the longest side of a right triangle. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ ലോങ്ങസ്റ്റ് സൈഡ്. അപ്പം നമുക്ക് ഒരു കാര്യം ഓർപ്പിക്കാം, ഈ ഹൈപ്പോട്ടന്യൂസ് ആണെന്ന് സംശയിക്കുന്നവൻ ഏതായിട്ട് എടുക്കാം? ലോങ്ങസ്റ്റ് സൈഡ് ആയിട്ട് എടുക്കാം. എന്നിട്ട് അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ച് വയ്ക്കുക. ആ സ്ക്വയർ എന്ന് പറയുന്നത് മറ്റേ 2 സൈഡിൻ്റെയും സ്ക്വയറിൻ്റെ സമ്മിന് തുല്യമാണെങ്കിൽ, അതായത് നമുക്കിങ്ങനെ കിട്ടിയെന്ന് വെച്ചോ, AC സ്ക്വയർ ഇസ് ഈക്വൽ ടു AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? then it is actually a right triangle and right angled at B എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഈ കാര്യം നമുക്ക് അറിയണമെങ്കിൽ ഫണ്ടമെന്റലി നമ്മുടെ കയ്യിൽ ലെങ്ത് ഓഫ് AB, ലെങ്ത് ഓഫ് BC ആൻഡ് ലെങ്ത് ഓഫ് AC is required. ഇനി AC ആണ് വലുതെങ്കിലാണ് ഇങ്ങനെ വരിക. ഇനി BC ആണ് വലുതെങ്കിൽ BC സ്ക്വയർ is equal to AB സ്ക്വയർ പ്ലസ് AC സ്ക്വയർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ആണെങ്കിൽ it is a right triangle. So this is about what? സർ, യെസ് പറഞ്ഞു. ഈ റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യാനേ ഇപ്പൊ 2 പോയിന്റ് XY-യും X1Y1-ഉം. അപ്പൊ ഈ തേർഡ് പോയിന്റ് എന്ന് പറയുമ്പം ഒന്നെങ്കിൽ XY1 അല്ലെങ്കിൽ X1Y അങ്ങനെ ആയിരിക്കത്തില്ലേ? ഒരു മിനിറ്റ്. നീ പറഞ്ഞ മോളെ എന്താണ്? 2 പോയിന്റ്, ഒന്ന് X1-ഉം Y1-ഉം, ഏതെങ്കിലും 2 പോയിന്റ് എടുക്കും. X1 Y1-ഉം XY. ഓക്കെ. അപ്പൊ തേർഡ് പോയിന്റ് വരുന്നത് ഒന്നെങ്കിൽ X1Y അല്ലെങ്കിൽ Y1X അല്ല XY1 എന്ന് വരത്തില്ലേ? X1Y അല്ലെങ്കിൽ XY1 എന്ന് വരത്തില്ല. X1Y അല്ലെങ്കിൽ XY1 എന്ന് വരണം. വന്നാലേ വരൂ എന്നുള്ളതാണ്. വേണമെങ്കിൽ നോക്കാം. അത് റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇത് X1Y1 എന്ന് കൊടുത്തു എന്ന് വെച്ചു. ഇഫ് ദിസ് ഇസ് ടേക്കൺ ആസ് XY and this is XY1 or X1Y എന്നാണ് പറഞ്ഞത്. അത് എനിക്ക് ഫീസിബിൾ ആയിരിക്കും. ഹൈപ്പോട്ടന്യൂസിന്റെ 2 പോയിന്റിലുള്ളത് XY-യും X1Y1. മനസ്സിലായി മോളെ, മനസ്സിലായി. വെരി ഗുഡ്. നല്ല അസംഷൻ ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ അത് ചോദിക്കാൻ കാര്യം, സിൻസ് the two of its sides are actually perpendicular to each other, that 2 sides may be parallel to what? This x-axis and y-axis. അങ്ങനെ ഒരു കണ്ടീഷൻ വരുന്ന സമയത്ത് what you said is true. എങ്ങനെ? ഈ സൈഡും if they are parallel to what? These axes. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ 2 പോയിന്റും ഏത്? ഇതല്ലേ ഹൈപ്പോട്ടന്യൂസിന്റെ എൻ പോയിന്റ്സ് നമുക്ക് പ്രീ ഡിറ്റർമിൻഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഒരു വെർട്ടെക്സ്. ശരിയല്ലേ? അതല്ലേ ഉദ്ദേശിച്ചേ? അതല്ലേ? അത് എപ്പോഴാണെന്ന് പറയാം. ഇറ്റ് ഈസ് എ പെർട്ടിക്കുലർ കേസ് ലൈക്ക് വാട്ട് ഇഫ് ദീസ് സൈഡ്സ് ആർ പാരലൽ ടു എക്സ് ആൻഡ് വൈ ആക്സിസ്. ഇപ്പൊ ഇത് ഇങ്ങനെ തന്നെ വരണമെന്ന് നിർബന്ധമില്ലല്ലോ, ഇങ്ങനെയും വന്നൂടെ? ഇങ്ങനെ വന്നൂടെ? അല്ലേ? സോറി, ഇങ്ങനെയുള്ള കേസസിൽ അത് വരുമോ?
ആ അപ്പം എല്ലായ്പ്പോഴും അത് സംഭവിക്കണമെന്ന് നമുക്ക് നിർബന്ധം പറയാൻ പറ്റത്തില്ല എന്നെനിക്ക് മനസ്സിലായില്ലേ. ABC ഈ കേസിലും ഓക്കെ. ബിക്കോസ് എന്താ കാര്യം, നമുക്ക് ഈ കോർഡിനേറ്റ്സ് നമുക്ക് ഒരു പരിധി വരെ അതിൽ ഒരു കോർഡിനേറ്റെങ്കിലും നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ബിക്കോസ് ദാറ്റ് ഈസ് പാരലൽ. ഇപ്പോൾ പാരലൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളന്ന് മറ്റേ ഈ ഡിസ്റ്റൻസ് ഫോർമുല കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്തത്. ഇവിടെ എന്ത് ചെയ്തു, ഇവിടെയുള്ള അതേ കോർഡിനേറ്റ് തന്നെയാണ് ഇവിടെയും നമുക്ക് ഉപയോഗിക്കേണ്ടത്. കാരണം എന്താ, ഇത് രണ്ടിനും പെർപെൻഡിക്കുലർ അല്ലേ. അപ്പോൾ ഈ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ഈസ് ഓൾവേസ് സെയിം. അപ്പോൾ അതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റും. ബട്ട് ഇങ്ങനെയാണ് ട്രയാങ്കിൾ വരുന്നത് ആൻഡ് ദിസ് ഈസ് ദ റൈറ്റ് ട്രയാങ്കിൾ. ഇഫ് ഇറ്റ് ഈസ് ദ റൈറ്റ് ട്രയാങ്കിൾ ഫോംഡ് ദെൻ നമുക്ക് അതുപോലെ ഒരു കണ്ടീഷൻ പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഈസ് ദാറ്റ് ക്ലിയർ? അപ്പം അതുകൊണ്ടൊരു ജനറലായിട്ട് നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അത്രേ ഉള്ളൂ. എല്ലാം നമുക്കിപ്പം ഏത് ഫാക്ട് നമ്മൾ പിന്നെ കോർഡിനേറ്റ് ജോമെട്രിയിൽ പഠിക്കാനും നമ്മൾ എന്ത് ചെയ്താൽ മതി എന്ന് പറയാം, യു ഡ്രോ ദ ഫിഗർ ആൻഡ് ചെക്ക്. ദാറ്റ്സ് വാട്ട്. ഫിഗർ വരച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ക്ലിയർ കട്ട് ഐഡിയ കിട്ടും. കാരണം നമുക്ക് പഠിച്ചിരിക്കുന്ന ഒരു ചെറിയ കോൺസെപ്റ്റാണ് നമ്മൾ എടുത്തേക്കണം, എന്താ ഡിസ്റ്റൻസ് ഫോർമുല. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ഏത് കാര്യം വേണമെങ്കിലും ചിന്തിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ, അപ്പോൾ ഇവിടെ ഞാൻ ഈ ക്വസ്റ്റ്യനിലോട്ട് വരുന്ന ഓക്കെ, അതിന് മുമ്പ് എനിക്ക് 1-2 കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്. ക്വാഡ്രിലാറ്ററൽ നമ്മൾ ഇതിൻ്റെ പ്രോബ്ലംസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. നാളെ ക്ലാസ് ഉണ്ട് നിങ്ങൾക്ക്. നിങ്ങളുടെ പീരീഡ് ഏതാണെന്നറിയാവോ? നാളെ ഏതാ പീരീഡ് നിങ്ങൾക്ക്? നമ്മൾ സാധാരണ ഏത് പീരീഡാണ് എടുക്കുന്നത്? നിങ്ങളെന്താ മിണ്ടാത്ത ആരും? PT അല്ലല്ലോ, ആർട്ടല്ലേ നാളെ? ഞാൻ ആർട്ട് പീരീഡ് ഞാൻ എടുക്കും കേട്ടോ. നാളെ ക്ലാസ് ഇല്ലാത്തതല്ലേ, അപ്പോൾ ഞാൻ ആ പീരീഡ് എടുക്കും. ഓക്കെ, ക്വാഡ്രിലാറ്ററലിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ അതുകൊണ്ട് ഒന്ന് പറഞ്ഞു നിർത്തിക്കോട്ടെ. ക്വാഡ്രിലാറ്ററലിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വാഡ്രിലാറ്ററൽ അറിയാം. സ്പെഷ്യൽ ക്വാഡ്രിലാറ്ററൽസ് ലൈക്ക് ഒന്നെന്ന് പറയുന്നത് പാരലോഗ്രാം അല്ലേ, പാരലോഗ്രാം. ദെൻ സെക്കൻഡ് വൺ പിന്നെന്താ, റോംബസ്. അതിലേക്ക് പോവാം, റോംബസ്. ദെൻ തേർഡ് റെക്ടാങ്കിൾ. Then fourth one square. അപ്പോൾ ഇവിടെ ഈ പാരലോഗ്രാംസ് ഇത് നമ്മൾ പ്രൂവ് ചെയ്ത് നമുക്കറിയാം. ഒരു ക്വാഡ്രിലാറ്ററൽ നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ when do we say that this quadrilateral is a parallelogram? ABCD ഒരു പാരലോഗ്രാം ആവുന്നത് എപ്പോൾ? കഴിഞ്ഞ വർഷം പഠിച്ചതാണ്, ഒരു ചാപ്റ്റർ തന്നെ പാരലോഗ്രാം ആയിരുന്നു. ഓർമ്മയുണ്ടോ? എപ്പോഴാണ് നമ്മൾ ഇതിനെ പാരലോഗ്രാം ആയിട്ട് പറയുന്നത്? A quadrilateral ABCD is called parallelogram when? എപ്പോ? പെട്ടെന്ന് പറഞ്ഞോളൂ. Opposite sides parallel and equal. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയാൽ മതി. അങ്ങനെയല്ലേ നമ്മുടെ സ്പെഷ്യൽ കണ്ടീഷൻ നമ്മൾ ഡിഫൈൻ ചെയ്ത്. ഇഫ് ദ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ബോത്ത് പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ, അത് പറഞ്ഞാൽ മതി. AB ഈക്വൽ ടു CD ആൻഡ് AD ഈക്വൽ ടു BC ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? They are parallel. ശരി, പാരലൽ ആണെന്ന് പറയാം. പറഞ്ഞൂടെ? ഇറ്റ്സ് എ പാരലോഗ്രാം. ഇനി അതല്ല, റോംബസ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് പറയേണ്ടി വരും? When do we say that the given quadrilateral ABCD is a rhombus? 4 sides are equal. First of all it must be a parallel അല്ലേ, പാരലോഗ്രാം അല്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് മസ്റ്റ് ബി എ പാരലോഗ്രാം. കാരണം എപ്പോഴാണ് റോംബസ് ഉണ്ടാകുന്നത്? ഇറ്റ്സ് എ പാരലോഗ്രാം. All rhombuses are parallelogram with a special condition what all the sides are equal. അതിനർത്ഥം just find the length of all the sides AB, BC അല്ലെങ്കിൽ AC, BC and AD അല്ലേ. അപ്പോൾ എല്ലാ സൈഡും ഈക്വൽ ആവുകയാണെങ്കിൽ what we call that we call it as what? Rhombus. അടുത്ത when do we say that it's a rectangle? എപ്പോഴാണ് റെക്ടാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യുന്നത്? എപ്പോഴാണ് റെക്ടാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുക? All angles are equal. Yeah. And opposite sides. മോളെ ആംഗിൾസിനെ കുറിച്ച് നമുക്ക് ഇപ്പോൾ പറയാം, ഇവിടെ വേണമെങ്കിൽ ഉപയോഗിക്കാം. എങ്കിലും കുറച്ചും കൂടെ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഏതിന്? സൈഡ്സ് ആണ്. കാരണം നമ്മുടെ കയ്യിലുള്ളത് എന്താ? ഡിസ്റ്റൻസ് ഫോർമുല അല്ലേ.
അപ്പം സൈഡ്സിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു നോക്ക്. എന്താ? ഫസ്റ്റ് ഓഫ് ഓൾ ഈ റെക്ടാങ്കിൾ ആവണമെങ്കിൽ ഇത് എന്തായിരിക്കണം? പാരലോഗ്രം ആയിരിക്കണം. അപ്പൊ പാരലോഗ്രത്തിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ അല്ലെ? എ ബി ഈക്വൽ ടു സി ഡി ആൻഡ് എ ഡി ഈക്വൽ ടു ബി സി. ഇത് സംഭവിക്കണം. പിന്നെന്താ? പാരലോഗ്രം ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാത്രം മതിയോ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ പ്രൂവ് ചെയ്ത ഓർമ്മ. വെരി ഗുഡ്. ഡയഗണൽസ് ആർ ഈക്വൽ. അതും കൂടെ പ്രൂവ് ചെയ്താൽ മതി. ഇഫ് എ സി ആർ ഈക്വൽ ടു ബി ഡി then it's a what? It's a rectangle. Alle? If the length of the diagonals are also equal, then it's a rectangle. And what about square? Square ആവണമെങ്കിൽ എന്താ പ്രൂവ് ചെയ്യണ്ടേ? All side. It must be a rectangle first, and a rectangle with all sides equal. Means all sides must be equal ആദ്യം അല്ലേ? AB equal to AC equal to BC equal to AD. Then what? ഇപ്പൊ നമുക്ക് ഇതിന് റോംബസ് ആയി. റോംബസ് മാത്രമായാൽ പോരല്ലോ, ഇനി എന്തും കൂടെ ആവണം. അത് റെക്ടാങ്കിൾ മീൻസ് റെക്ടാങ്കിളിന്റെ കണ്ടീഷനും കൂടെ വരണം. അതെ, ഈ ആംഗിൾസ് 90 ഡിഗ്രി ആവണം. അത് എപ്പോഴാ? when the length of the diagonals are equal, that is AC equal to BD. അപ്പൊ ഇത്രയും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ what you can see, it's a square. ഇനി നമ്മൾ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നുള്ളത് വിൽ ഡിസ്കസ് ഇറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. പക്ഷേ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇവിടെ നേരത്തേൽ ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. എവിടെ? ലൈക്ക് സ്കെയിലിൻ ട്രയാങ്കിൾ നമ്മൾ പിന്നെ ഏതാ പറഞ്ഞേ? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ പഠിക്കും അല്ലേ? നമ്മൾ ഏതാ പറഞ്ഞേ? ഏതാ നമ്മൾ പറഞ്ഞ? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. അത് നമുക്ക് പ്രൂവ് ചെയ്യാൻ അറിയാം അല്ലേ? പിന്നെ എന്താ? റൈറ്റ് ആംഗിൾഡ് ഐസോസിലസ് ട്രയാങ്കിൾ, അങ്ങനെ ഒരെണ്ണമുണ്ട്. റൈറ്റ് ആംഗിൾഡ് ഐസോസിലസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഞാൻ ഇങ്ങനെ എടുത്തു. ഇത് എപ്പോഴാണ് വെൻ യു സേ ഇറ്റ് ആസ് ഐസോസിലസ്? ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് അല്ലാത്ത രണ്ട് സൈഡ്സ് ഉണ്ടല്ലോ, ഈ രണ്ട് സൈഡും ഈക്വൽ ആവുകയാണെങ്കിൽ ഇതിൻ്റെ പേരാണ് റൈറ്റ് ആംഗിൾഡ് ഐസോസിലസ് ട്രയാങ്കിൾ. എന്ത് കാരണം ഞാൻ ഈ രണ്ട് സൈഡ് ഈക്വൽ ആവുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ഇതുമായിട്ട് ഈക്വൽ ആവാൻ പറ്റുമോ? ഇല്ല. കാരണം hypotenuse remains as the longest or the largest side in that particular triangle. അപ്പോൾ അതുകൊണ്ട് അതിന് പറ്റത്തില്ല. അപ്പോൾ അവിടെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ മറ്റേ രണ്ട് സൈഡുണ്ട്. ആ രണ്ട് സൈഡ് ഈക്വൽ ആയി കഴിഞ്ഞാൽ അതിനെ എന്താ പറയുക നമ്മൾ? ഇറ്റ് ഈസ് കോൾഡ്